ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഒന്ന് വിശദമായിട്ട് കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന റോസിനകത്ത് നിന്ന് കുറച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ബൾക്കായിട്ട് ഇത്രയും കൂടുതൽ പ്ലാന്റുകൾ വരുമ്പോഴേ നമുക്ക് സെലക്ട് ചെയ്ത് പ്ലാന്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ അല്ലേ. പല വെറൈറ്റി കളറുകളും ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊല്ലത്തുള്ളവർക്ക് നേരിട്ട് വന്ന് ആശ്രമം മൈതാനത്ത് നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല വൈറ്റ് ആൽബോ തന്നെ നല്ല കിഡിലം വെറൈറ്റി, അതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ട്രിപ്പിൾ ഷെയ്ഡ് വെറൈറ്റികളെല്ലാം ഇവിടെ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മളെ ഗാർഡനിലാണെങ്കിലും നമ്മളെ കൊല്ലത്ത് മേടേമുക്ക് നഴ്സറിയിലാണെങ്കിലും ലോഡ് വരുന്ന സമയത്ത് നല്ല നല്ല വെറൈറ്റികൾ കാണും. പിന്നെ ഹോൾസെയിലൊക്കെ അല്ലെങ്കിൽ റീറ്റെയിലാണെന്നുണ്ടെങ്കിലും വന്ന് നല്ല നല്ല കളേഴ്സ് ആദ്യമേ എടുത്തുകൊണ്ട് പോകും അല്ലേ. അന്നേരം പിന്നെ വരുന്നവർക്ക് ചിലപ്പോൾ ഈ വെറൈറ്റികളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അന്നേരം പുതിയ ലോഡുകൾ വരുന്ന സമയത്ത് തന്നെ ടക്ക് ചെയ്ത് വന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ആശ്രമം മൈതാനം. അവിടെ തന്നെ ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റിനകത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചേക്കുന്നത്. ഈ പ്ലാന്റ് ഇറക്കിയതിന് ശേഷമായിട്ട് വെള്ളം കൊടുക്കും. നല്ലപോലെ ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുത്ത്, അതായത് ഈ ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാവും. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫംഗിസൈഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലതായിപ്പോൾ. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഈ ഫംഗിസൈഡ് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പം ചിലപ്പം പ്ലാന്റൊക്കെ ഒരു ക്ഷീണമൊക്കെ വരാനായിട്ട് സാധിക്കും അല്ലേ. ഇരുന്ന്, അതായത് മണിക്കൂറുകൾ വണ്ടിക്കകത്തിരുന്ന് അട്ടിയിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാം നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകളാണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മളെ പ്ലാന്റ് നമ്മളെ നഴ്സറിയിലാണെങ്കിലും നമ്മളെ ഷോ ഗ്രൗണ്ടിലൊക്കെ ഇപ്പം വന്ന് നിൽക്കുന്ന വലിയ എന്താ പറയുക, അശോക് ലൈലൻഡിൻ്റെ വലിയൊരു വണ്ടിക്കകത്താണല്ലേ ഇതാ ഈ ചേട്ടന്മാർ ഇതേപോലെ ആയിരുന്നു അന്ന് ഇറക്കിയിരുന്നത്. അത് ഇറക്കിയ വീഡിയോ ഉൾപ്പെടെയാണ്. ഇറക്കുമ്പോഴത്തേക്ക് ചെറിയ വാട്ടം ചെടിക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം അതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് ആ വാട്ടമൊക്കെ മാറുന്ന സമയത്താണ് നമ്മളിപ്പം വീഡിയോ എടുത്ത് ഇടാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇപ്പം ആ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നല്ല ഗമാലിറ്റി ആയിട്ട് പ്ലാന്റുകളെല്ലാം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളും അതേപോലെ തന്നെ നല്ല കളർഫുൾ വെറൈറ്റീസാണ് ഇപ്രാവശ്യം വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 റോസ്, 5,000-ന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. 5,000-ന് മുകളിൽ റോസ് ഉണ്ട്. കാര്യം നാടൻ വെറൈറ്റികളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചെറിയ കവർ തന്നെ ഏകദേശം 1,500-2,000 ചെറിയ കവർ. അതേപോലെ തന്നെ ജെറിബറ, ഞാൻ സാധാരണ ജെറിബറ ഇങ്ങനെ വരാറില്ല. എല്ലാം ഹാഫ് ഓപ്പൺ മുട്ടായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നല്ല സെറ്റായിട്ട് നിൽക്കുന്നു. അന്നേരം വിചാരിച്ചു ഇതും കൂടെ ഒക്കെ ഒന്നെടുത്ത് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന്. അന്നേരം പ്ലാന്റ് നല്ല ഇതേപോലെ നിറച്ച് സെറ്റായിട്ട് ഇപ്പോൾ ആശ്രമം മൈതാനത്ത് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ ജെറിബറയെ സംബന്ധിച്ച് അത്യാവശ്യം വെയിൽ വേണം. ചെറിയ വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പ്ലാന്റിന് നല്ലൊരു എനർജി സഫീഷ്യൻ്റായിട്ട് നമുക്ക് ആ പ്ലാന്റിന് കൊടുത്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അന്നേരം മാത്രമല്ല, അതിന് ചെറിയ വെയിൽ കൊടുക്കുക, അതേപോലെ തന്നെ വെള്ളം കുറച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോകാനുള്ളൊരു പ്രവണത കാണിക്കും. ഇപ്പോൾ സീസൺ പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ക്രിസാന്തിമം, അതേപോലെ തന്നെ ഡയാന്തസ്, പെറ്റൂണിയ, വിങ്ക ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ ലൈറ്റായിട്ട് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ലൈറ്റായിട്ട് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഏതെങ്കിലും പുതിയൊരു രോഗമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതേപോലെ തന്നെ ഇത് സ്ട്രോബെറി പ്ലാന്റുകളാണ്. സ്ട്രോബെറി പ്ലാന്റിൻ്റെ തൈയാണ് ഈ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇത് കിലോ പേര, ലക്നോ 47 പേര, അതേപോലെ തന്നെ വയലറ്റ് പേര, അതേപോലെ തന്നെ ഇത് ബുഷ് പെപ്പർ, കുറ്റിക്കുരുമുളകില്ലേ, കുറ്റിക്കുരുമുളകിൻ്റെ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ തൈകളും ഒക്കെ ഇപ്പോൾ കുറേ പ്ലാന്റ് വന്നിട്ടുണ്ട്. അന്നേരം അതും കൂടെയൊക്കെ നമ്മൾ എല്ലാം എന്ന് വെച്ചാൽ നമ്മളെ നഴ്സറി നിർമ്മാ പൂക്കൾ മാത്രമല്ല, അതാണ്ട് നാട്ടുമാവ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്ത് നമ്മളവിടെ ഉണ്ടാക്കിയ മാവ് കുറേ പ്ലാന്റുകൾ സെയിലിന് നമ്മൾ ആശ്രമ മൈതാനത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് മാവിനങ്ങൾ, നാട്ടുമാവിനങ്ങൾ, കുളമ്പി മാങ്ങ, അതേപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ തൈ ഇപ്പം സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബട്ടർഫ്ലൈ ആകർഷിക്കുന്നത് ഓരോ തരത്തിലുള്ള പൂക്കളാണ്. ചില കളറുകൾ വയലറ്റ് എന്ന് വെച്ചാൽ നല്ല ഫ്ലോറസിൻ്റെ നല്ല തെളിഞ്ഞ കളറുകളുള്ള പൂക്കൾ ചില ഇനങ്ങൾ ബട്ടർഫ്ലൈകളെ ആകർഷിക്കും. അന്നേരം അതിനുവേണ്ടി നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഐഡിയ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കൊച്ചു പൂക്കൾ പിടിക്കുന്ന പലതരത്തിലുള്ള പൂക്കൾ വെച്ചിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മളൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതിൻ്റെ പല വെറൈറ്റികൾ വെച്ചിട്ട്, അതായത് ബട്ടർഫ്ലൈ ഗാർഡൻ വെച്ചിട്ട് ഇപ്പോഴും അവരെന്നും നമ്മൾ ഓർക്കും. അന്നേരം അതേപോലെ തന്നെ കണ്ടില്ലേ, മറ്റുള്ള റോസുകളൊക്കെ വന്ന് അതിൻ്റെ ആ വാട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പ്ലാന്റ് കാണാൻ നല്ല ഉഷാറായി. അന്നേരം ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നിങ്ങളെ വീടുകളിൽ ചെയ്തു നോക്കുക. കൊച്ചു പൂക്കൾ, എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അന്നേരം നിങ്ങളും വീട്ടിൽ കിട്ടുന്ന പൂക്കളെല്ലാം കളക്ട് ചെയ്ത് ഒരു ഫ്ലവർ ബെഡ് പോലെ
ഒരു മിക്സ് ചെയ്ത് ഒരു ഫ്ലവർ ബെഡ് പോലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണർ ഏരിയയിൽ ഒരു ലവ് ചിഹ്നം പോലെ ഒരു സർക്കിൾ പോലെ ഒരു ആർക്ക് പോലെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ കവർ ചെയ്ത് ഒരു ഫ്ലവർ ബെഡ് പോലെ ആക്കിയിട്ട് പലതരത്തിലുള്ള ഫ്ലവർ ഐറ്റംസ് മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അന്നേരം പ്ലാന്റ് വെച്ചാൽ മാത്രം പോരാ, അതിന് കറക്റ്റായിട്ട് മാസാമാസം കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്നിവയൊക്കെ മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ എങ്കിലും ഇട്ട് മേൽമണ്ണ് ചെടിയുടെ മൂട്ടിലിട്ട് മേൽമണ്ണിളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പൂ പിടിക്കുന്ന ചെടികൾക്കെല്ലാം ലൈറ്റായിട്ട് DAP വളം അല്ലെന്നുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടംബോസ് വളം, ഇങ്ങനെ മാറിയും തിരിഞ്ഞും വളങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടും പ്ലാന്റിന് നല്ലതാണ്. പിന്നെ പരമാവധി നമ്മളിവിടെ കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്നിവയൊക്കെയാണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ചെടികൾ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിക്കുക. വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ പ്ലാന്റുകൾക്കെല്ലാം മൂട്ടിൽ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പൂക്കൾ പിടിക്കുന്ന പ്ലാന്റുകൾക്കും കൊടുക്കാം. നൈട്രജൻ നന്നായിട്ട് ഫോം ആവും. അതേപോലെ തന്നെ പൂ പിടിക്കാനായിട്ട് നമ്മൾ മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നു. ആ ഒരു വളം പ്ലാന്റിന് പൂക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നല്ല ശക്തമായിട്ട് കയറി വരും. അതും കൂടെ പ്രത്യേകം പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഫംഗിസൈഡായിട്ട് നമുക്ക് ഇൻഡോഫില്ലം 45 കൊടുക്കാം. പിന്നെ പലർക്കും ഒരു ധാരണയുണ്ട് ഇൻഡോഫിൽ എന്ന് പറയുന്ന ഒരു വളമാണോ. ഇതൊരു വളമല്ല, അതൊരു ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഫംഗലായിട്ട് വെക്കുന്ന ഒരു ഏജൻ്റാണ്. അതിനെ ഫംഗിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഫംഗിസൈഡ് അത് ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അത് തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇപ്പം ബുഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഫംഗിസൈഡ് എടുത്ത് നന്നായിട്ടൊന്ന് കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെയുള്ള മിക്കവാറുള്ള എല്ലാ ഫംഗസും നമുക്ക് അതിനകത്ത് മാറ്റിയെടുക്കുന്നത്. മാവിന്, പ്ലാവിന്, അതേപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ട ചീയൽ, അതിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇൻഡോഫിൽ. സാഫും ഇൻഡോഫിലും ഒക്കെ ഫംഗിസൈഡുകളാണ്. എന്നാൽ നമ്മളിവിടെ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡോഫില്ലം 45 എന്ന് പറയുന്നത് നമ്മളെ ഫംഗിസൈഡാണ്. നല്ലൊരു ഫംഗിസൈഡാണ്. അതേപോലെ തന്നെ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിനകത്തൊന്നും അങ്ങനെ കൊടുക്കരുത്. കാര്യം ബട്ടർഫ്ലൈ വരത്തില്ല. ബട്ടർഫ്ലൈ പ്ലാന്റിനകത്ത് ബട്ടർഫ്ലൈ വന്നെങ്കിൽ മാത്രമേ അതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊരു പേര് വരത്തുള്ളൂ അല്ലേ. അന്നേരം ബട്ടർഫ്ലൈ പ്ലാന്റിനകത്ത് അല്ലാതുള്ള പ്ലാന്റുകൾക്ക് നമുക്ക് ഇൻസെക്ടിസൈഡ് ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മില്ലി ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനത് പറയാൻ കാരണം ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. മറ്റുള്ള എല്ലാം ഇൻസെക്റ്റാണ്. അതായത് ഈ ബട്ടർഫ്ലൈ ആണെങ്കിലും ഒരു ഇൻസെക്ടിസൈഡാണ്, അതിന് ഇൻസെക്ടിസൈഡ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്റ്റിനെ നശിച്ചു പോവും. അതായത് മറ്റേ ഈ പറഞ്ഞ പ്രാണികളൊക്കെ നശിച്ചു പോവും. അതേപോലെ തന്നെ ബട്ടർഫ്ലൈക്കും ദോഷമുണ്ടാവും. അന്നേരം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. അന്നേരം ശ്രദ്ധിക്കുക. ഈ മരുന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓവർ ഡോസേജ് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ വളം കൊടുക്കുമ്പോഴത്തേക്ക് ഓവറായിട്ട് വളം കൊടുത്തത് ചെടിയെ നശിപ്പിക്കാതിരിക്കുക. അഥവാ വളം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് വളം കൂടി എന്ന് തോന്നിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളം അതിനുശേഷം എന്നിട്ടും ഇല കൊഴിച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്നും റിമൂവ് ചെയ്ത് വേറെ മണ്ണിൽ വെച്ച് തണലത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇതിനെ വെയിലത്തോട്ട് മാറ്റുക. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഓവർ ഡോസേജ് ആയിട്ടുള്ള വളം ഇങ്ങനെയുള്ള കൊടുക്കുന്നതിന് നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാൻ ശേഷി കിട്ടും. അന്നേരം പ്ലാന്റിന് ഇതൊന്നും പഠിച്ച് പറയുന്നതല്ല, എഴുതി വെച്ചും പറയുന്നതല്ല. അന്നേരം നമ്മൾ ഉള്ളിലുള്ള അതേപോലെ പറഞ്ഞു തരുന്നു. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. താങ്ക്